ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ മക്കളെ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചോക്കോ ബോബൻ ഇങ്ങനെയുള്ള സ്റ്റാറോട് സ്റ്റാർ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി പാട്രൈറ്റിന്റെ റിവ്യൂ വന്നിട്ടുള്ളതാണ്. പക്ഷെ പടം കണ്ടിട്ടില്ല. 3:56 ഇപ്പൊ തന്നെ 4:30 ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഞാനാണ് വട്ടേക്കാട് പോസ്റ്റാണ്. ഗുരുവായൂർ ജയശ്രീപുരം സിനിമയെ കാണണം. അപ്പൊ സമയമില്ല. വമ്പം പോസ്റ്റ് ഇത്തന്നെ വിളിക്കാൻ വന്നാണ്. പടം കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, പടം കണ്ടിട്ട് ബാക്കി റിവ്യൂ പറയാം. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ല. 4:03 ഒരു രക്ഷയില്ല. അപ്പൊ 4:03 എന്താ പറയാ, ഇപ്പോഴും നമ്മള് വീടെത്തിയില്ല. വീട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്ത് വരുവാണ് സിനിമ കാണാന്. പോയോണ്ടിരിക്കാണ്. അപ്പൊ സംഭവം ഇനി 10-15 മിനിറ്റ് ഉള്ളൂ. അപ്പൊ ഗുരുവായൂർക്ക് എത്തണം. ഓക്കെ, ലെറ്റ്സ് ഗോ. കറക്റ്റ് ടൈമിനോട് എത്തിട്ടോ. ഫസ്റ്റ് ഹാഫ് അത് മമ്മൂട്ടി ഷോ. നമ്മൾ വിചാരിക്കുന്ന ഒരു മാസ് അത് പടത്തിലില്ല കേട്ടോ. പിന്നെ മോഹൻലാലിനെ അവര് കിട്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തില്ല എന്നൊക്കെ പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോയിലായിരുന്നു പടം ഇങ്ങനെ പോണത്. അപ്പോ കഥയൊക്കെ മനസ്സിലാക്കുകയും പിന്നെ ഈ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് പടം എന്താ പറയാ വർക്കൗട്ട് ആവും. അപ്പൊ പോപ്കോൺ തിന്നാനും എ സിയിൽ ഇരിക്കാനും വരും. ഫഹദ് ഫാസിൽ അമേസിംഗ് പെർഫോമൻസ് അല്ലേ. പെഗാസിനെ കുറിച്ചിട്ടാണ് ഫഹദിന്റെ ആക്ടിങ് എങ്ങനെയാ? സൂപ്പർ. ഫഹദിനെ ഒന്നും പറയാല്ല. മമ്മൂക്ക ആളുകൾ നടത്ത ഷോക്ക് നല്ല ക്രൗഡ് ഫുള്ളാണ് മൊത്തത്തിൽ. ഒരു പ്രത്യേക കാര്യം എടുത്ത് പറഞ്ഞു വെച്ചാല് മാസ് പ്രതീക്ഷിച്ചിട്ട് ആരും വരരുതിട്ടാ. മമ്മൂക്ക ഫാൻസ്, ലാലേട്ടൻ ഫാൻസ്, അങ്ങനെ മാസ് സ്ലോ മോഷൻ അതൊന്നും ഇല്ല. തിയേറ്റർ ഫുള്ളായിരുന്നു. നമ്മള് ജയശ്രീ ഫുള്ളായിരുന്നു. പിന്നെ ഇതെടുത്ത് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ എഡിറ്റിംഗ് വർക്ക്, കാര്യങ്ങള്, സംഭവങ്ങള്, ക്യാമറ ഇതൊക്കെ അടിപൊളിയാണ്. അതെ, ഈ സിനിമക്ക് ഒരു ഓളം വന്നത് മോഹൻലാൽ വന്നതിന് ശേഷമാണ്. അതോടുകൂടി പടം ഉണ്ടല്ലോ ഇങ്ങനെ പടം ഇങ്ങനെ കയറി. പക്ഷെ മോഹൻലാൽ അതെ എന്താ മോനെ